എന്തിനാ അവനോടാ പറയാ? എന്തിനു പറയാ? കാര്യം പറ. ഫോട്ടോ എടുക്കണില്ല, ഇപ്പൊ കാര്യം പറ. എന്തിനാ അവനോട്? എനിക്ക് ഒരു പരമ്പ് വാങ്ങിക്കണം. പരമ്പ് വാങ്ങിക്കണോ? ഈ കട്ടിലിൽ കിടക്കാൻ പോലെ. അത് കട്ടിലിന് എന്ത് കുഴപ്പം? കട്ടില് ഈ കട്ടിലിന് എന്ത് കുഴപ്പം? കട്ടില് ഒരു കുഴപ്പമില്ല. പിന്നെന്ത്? അമ്മ അതേനാ കട്ടിലിന് കുഴപ്പം പറ. കട്ടിലിന് എന്ത് കുഴപ്പം? കട്ടിലിന് കുഴപ്പമൊന്നുമില്ല. പിന്നെന്ത്? തറയിൽ കിടക്കണം. അതിപ്പോ തറയിലൂടെ ഒരു കൊതി. തറയിൽ കിടക്കണം. നിങ്ങളെ തോന്നലൊക്കെ ഒരു വല്ലാത്ത തോന്നലല്ലേ. അതുകൊണ്ട് മോ അവിടെ ഇരിക്കണം. മോന്റെ പോയി പറപ്പോ. മോ അവിടെ ഇരിക്കണം, പോയി പറയാ. പോയി പറ, എന്നിട്ട് ഫോട്ടോ എടുക്കാം. നിങ്ങൾക്ക് കട്ടിലിൽ കിടക്കണ്ട, തറയിൽ കിടക്കണമെന്നല്ലേ പറഞ്ഞാ? അതുകൊണ്ട് മോന്റെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ചെല്ല്. നിങ്ങൾ പറഞ്ഞു നോക്ക്, എന്നിട്ട് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കണോ? നെയ് ഫോട്ടോ എടുക്കണോ? ആ എങ്കിൽ പോയി പറ. ഓ ചെല്ലു. തറയിൽ കിടക്കാം. ഓ അവർക്ക് പരമ്പ് വേണോന്ന്. അതിനാണ് ഞാൻ അവിടെ ഫാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഫാനും ഇടാൻ വയ്യ, കട്ടിലും ഫാനിന് പൊതുവെ എല്ലാ ഫാനിനും സൗണ്ട് ഉണ്ട്. ഫാൻ ഇടുമ്പോഴത്തേക്ക് ചെറിയൊരു സൗണ്ടോട് കൂടിയ ഫാൻ കറങ്ങത്തുള്ളൂ. ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ഒരു മോട്ടറിൽ വർക്ക് ആവണേയില്ലേ? അങ്ങനെയാണ് അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇവിടെ ഇത്രയും ഫാൻ ഇട്ടനൊക്കെ ഒരു ഫാൻ ഹാളിൽ ഇട്ടിരിക്കുന്ന ഈ 2 ഫാനും സൗണ്ട് ഉണ്ട്. റൂമിൽ ഇട്ടിരിക്കുന്ന ഫാനിന് സൗണ്ട് ഉണ്ട്. എല്ലായിടത്തും ഇട്ടിരിക്കുന്ന അടുക്കളയിൽ ഇട്ടിരിക്കുന്ന ഫാനിന് സൗണ്ട് ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ ഫാനിന് സൗണ്ട് വേണ്ടെന്ന് പറഞ്ഞു. അത് സൗണ്ട് ഊരി വീഴൊന്നുമില്ല. നിങ്ങൾ ഫാനിട്ട് കിടക്കാത്ത ഊരിയൊന്നും വീഴുന്നില്ല. വീണ തലയിലേ വീഴും. നിങ്ങൾ ചെരുപ്പിടൂലെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, പണ്ട് നിങ്ങള് തറയിലാണ് കിടക്കുന്നത്. പണ്ട് നമുക്ക് കട്ടിലൊന്നുമില്ല. വീട്ടിൽ കട്ടിലുണ്ടെങ്കിൽ അത് അപ്പൂപ്പന് മാത്രമേ കട്ടിലുള്ളൂ. പക്ഷെ പാ വിരിച്ചാണ് എല്ലാവരും തറയിൽ കിടക്കുന്നത്. അപ്പൊ അവർക്ക് പഴയ കാര്യത്തിൽ ഓർമ്മ വന്നു. തന്നെയാണ് ഓർമ്മ വന്ന. എന്തൊരു ഓർമ്മ വന്നു? തറയിൽ പാ വിരിച്ച് കിടക്കുന്നത്. എനിക്ക് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പിട്ട് നടക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ കണക്ക് കട്ടിലിൽ കിടക്കാൻ. ആ തറ ഇറങ്ങി കിടന്നോ? ഇനിയിപ്പോ കുഴപ്പമില്ല. കൊതി വന്നുമ്പോ തറ ഇറങ്ങി കിടന്നോ? കൊതി വരുമ്പോ കട്ടിലിൽ കിടന്നോ? പ്രശ്നം തീർന്നില്ലേ? പാ വേണ്ട, അത് വൃത്തിയാക്കി ഇട്ടേക്കാൻ നമ്മളെപ്പോഴും. പാ വേണോ? അപ്പം പാ വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ പാ വാങ്ങിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് തറയിൽ കിടക്കണമെന്നുള്ളപ്പം തറയിൽ കിടക്കാം. മനസ്സിലായോ? അപ്പൊ കട്ടിലിൽ കിടക്കണം. അതുകൊണ്ട് കട്ടിൽ അവിടെ നിന്ന് എടുത്ത് മാറ്റാനൊന്നും പറ്റില്ല. പണ്ടിതുപോലെയായിരുന്നു ഒരു കട്ടില്. ഞാൻ ഇവിടെ ഇല്ല, എന്നെ ഒരിടത്ത് ആക്കിയിരിക്കുന്നു. ആ സമയത്ത് ഇവിടെ എങ്ങാണ്ട ഒരു കട്ടില് വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് പഞ്ചായത്ത് മെമ്പറും എല്ലാം കൂടെ ഇടപെട്ടിട്ടാണ് മാമൻ അല്ലേ ഒരു കട്ടില് മേടിച്ചു തന്നല്ലേ. ആ കഥ ഞാൻ അറിഞ്ഞു. എന്ത് പറ, കഥ കേക്കട്ടെ. ആ കട്ടില് കഥ കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. കഥ പറ. കട്ടില് കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കട്ടില് മേടിച്ചു കൊടുത്തു. അവസാനം 2 ദിവസം കട്ടിലിൽ കിടന്നിട്ട് പറഞ്ഞു എനിക്ക് കട്ടിലിൽ കിടക്കാൻ പറ്റില്ല, എനിക്ക് എന്തോ പ്രശ്നമാണ്, കട്ടിലിൽ കിടക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് ഒരു വട്ടം മാമ എടുത്തോണ്ട് മാറ്റി. 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ആ കട്ടിലിൽ കിടന്നാലേ പറ്റുള്ളൂ പറഞ്ഞുകൊണ്ട് മാമനെ പോയി ചീത്തയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവസാനം മാമ കട്ടിലെടുത്തു. അവസാനം 2 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും എനിക്ക് കട്ടില് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടടി ഇങ്ങോട്ടടി അവസാനം ഒരു ബഹളം ആയപ്പോഴത്തേക്ക് അതൊക്കെ പഴയ പഞ്ചായത്ത് കൃഷ്ണൻകുട്ടി മാമന. അതാണ് അന്ന് മാമന്റെ ഭാര്യ പറഞ്ഞത് കട്ടില് കഥ. അവസാനം പുള്ളിക്കാരൻ രാത്രി മഴയത്ത് ഒരുപാട് കൗൺസിലർ വലിച്ചെടുത്ത് റോട്ടിൽ കൊണ്ടിട്ടിട്ട് അവസാനം പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് വന്ന് എടുത്ത് തലയെ ചുമന്നുകൊണ്ട് പോയെന്ന് പറഞ്ഞു. ഇതാണ് കുഴപ്പം അല്ലേ? ഞാൻ കള്ളം പറയുന്നതാണ്. എന്നിട്ട് ആ കട്ടിലെവിടെ? ആ കട്ടിലിപ്പം മാമന്റെ വീട്ടിൽ അങ്ങാണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. അവരുടെ കട്ടിലിന് സൗണ്ട് കേൾക്കണം. ഇവര് പിന്നെ അതിന് സൗണ്ട് അത് സൗണ്ട് കേട്ടതിന്റെ കാരണം എന്തെന്നറിയോ? ഇവര് ഈ കട്ടിലിന് ആ പഴയ വീട്ടിൽ നിന്ന് വലിച്ച് വെളിയിലിട്ടിട്ട് ഇവിടെ നിന്ന് ആ റോഡ് വരെ വലിച്ചഴച്ച് എനിക്ക് പെയിന്റ് ചെയ്യാം. എന്തൊരു സൗണ്ട് കേൾക്കുമെന്ന്? ആ സൗണ്ട് കേൾക്കും. സൗണ്ട് എനിക്ക് കേൾക്കും അമ്മ. കാറ്റടി എന്നാണ് അവര് പറയണത്. പണ്ടുള്ള ഒരു കാറ്റടി എന്നാണ് പറയുന്നത്.
കാറ്റടിയിൽ പണ്ട് നിങ്ങൾക്ക് പണ്ട് ഞാൻ ഒരു മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു ഫാൻ വാങ്ങിച്ചിരുന്നില്ലേ? ആ ഫാനിന് സൗണ്ട് ഇല്ലായിരുന്ന എല്ലാ ഫാനിനും സൗണ്ട് ഉണ്ട്. നിങ്ങൾ ഇത് എന്തുവാ പറയണത്? ഊരിയൊന്നും വീഴില്ല. അത് ആര് പറഞ്ഞു? ഞാനെങ്കിലും തലയെ കൊണ്ട് വെച്ചാൽ അപ്പുറത്തെ ആര് നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നു? ഊരി വീണാതെ തലയെ വീഴത്തുള്ളൂ. തലയെ വീഴും. തലയിൽ ഊരി വീണാ ചത്തവും പറഞ്ഞു കൊടുക്കണ്ടേ ഞങ്ങളെ മോനെ. അയ്യോ എനിക്ക് പെട്ടെന്നൊന്നും ചാവണ്ടേ, ഞാൻ ജീവിതം തുടങ്ങിയതേ ഉള്ളൂ. കുറച്ച് പെയിന്റ് അടിക്കട്ടാ? അമ്മ പെയിന്റ് അടിച്ചാ മതി, വെള്ള പെയിന്റ് അടിച്ചു തരാൻ പറഞ്ഞു. അവിടെ പോയപ്പോ നിങ്ങൾക്ക് പെയിന്റ് അടിച്ചപ്പോ കൊള്ളായിരുന്നാ? അത് ഞാൻ കാരണമല്ലല്ലോ. നിങ്ങൾ നുള്ളി അടക്കണല്ലേ? ഈ നഖം വെട്ടാത്തത് നഖം കടിച്ചറത്ത് കുറെ കടിച്ച്. ഈ ബ്ലേഡ് എടുത്തിട്ട് അല്ലെങ്കിൽ കട്ടറിൽ വെട്ടിത്തരാം. ഞാൻ വെട്ടി കൊടുക്കാൻ അത് ഇന്നലെ വിചാരിക്കണേ, വെട്ടി കൊടുക്കണ വെട്ട. അതുകൊണ്ട് കട്ടിലൊന്നും മാറ്റാൻ പറയരുത്. അത് പണ്ട് ഇവരിവിടെ നിന്ന് വലിച്ച് ഒരു 2-3 ട്രിപ്പ് ആ കട്ടിലിന് ഇങ്ങനെ തറയിലിട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോയപ്പോഴാണ് ആ കട്ടിൽ ഒരുമാതിരി കിടക്കുമ്പോ മറ്റേ കിയോ സൗണ്ട് കേൾക്കൂലേ? അത് ഓരോ തവണ കിടക്കുമ്പോഴും കിയോ സൗണ്ട് കേൾക്കണം പറഞ്ഞ് ഓരോ പ്രാവശ്യവും മാമനെ അല്ലെന്നുണ്ടെങ്കിൽ ഇത് മാമ അവസാനം ആയപ്പോഴത്തേക്ക് ഈ നാട്ടിലുള്ള ആരെങ്കിലും ഒരാളുടെ മുന്നിൽ വെച്ച് എന്ത് കാര്യവും കൊടുക്കുള്ളൂ. പൈസ കൊടുക്കാനാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ, ഈ കട്ടിൽ കൊടുക്കാനാണെങ്കിലും കൗൺസിലറോ അങ്ങനെയുള്ള ആരെങ്കിലും മുന്നിൽ നിർത്തിക്കൊണ്ടേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ കൗൺസിലർ വെട്ടിട്ട് അവസാനം കൗൺസിലറാണ് ലാസ്റ്റ് ഈ കട്ടില് ചുമന്നുകൊണ്ട് പോയി. രാത്രി മഴയത്ത് ഒരു കൗൺസിലർ ഒരു കട്ടില് ചുമന്നുകൊണ്ട് പോകണം. ഈ നാട്ടിലൊക്കെ കുറെ പേർക്ക് അറിയാം ആ കാര്യം. അതല്ലേ കസ്തൂരി ചേച്ചി കമന്റ് ചെയ്തേ, നമ്മുടെ മുൻ കൗൺസിലർ, അതായത് ഇപ്പോഴത്തെ തൊട്ട് മുന്നത്തെ കൗൺസിലർ ഏത് വഴി പോവാൻ പേടിയായിരുന്നു. കാറ്റ് കുറയ്ക്കാനും കൂട്ടാനൊന്നും പറ്റില്ല. കാറ്റും നിങ്ങൾക്ക് വേണ്ട, ഈ പറഞ്ഞ കണക്ക് കട്ടിലും വേണ്ട. ഇപ്പൊ ചെരുപ്പ് വേണ്ടെന്ന് പറഞ്ഞ കണക്ക് ഇപ്പൊ കട്ടിലില് പിടിച്ചിരിക്കുകയാണ്. നോക്കിക്കോ, ഇനി അടുത്ത കട്ടിലാണ് പ്രശ്നം. ഇതിപ്പം പണ്ടത്തെ പോലെ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തിട്ട് അമ്മ നിങ്ങൾ കാട്ട ഫാൻ ഇടണ്ട. നിങ്ങൾ ഒത്തിരി മിണ്ടായി ചോദിച്ചേ. ഇനി ഇവർക്ക് ഈ ഫാനിന്റെ സൗണ്ട് കേട്ട് രാത്രിയാകുമ്പോ വരും പെണ്ണേ. അതും ഞാൻ തന്നെ അനുഭവിക്കണം. സൗണ്ട് കേൾക്കണ പെണ്ണേ ഒന്ന് മിണ്ടായിരുന്നാണ്. ചുമ്മാ ഇവർക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇവനെ വെച്ച് ഫോട്ടോ എടുക്കാം. നിങ്ങളെ മോന് ഫോട്ടോ എടുക്കണമെന്ന് ഇഷ്ടമല്ല. അല്ലാണ്ട് ഫോട്ടോ എടുക്കാൻ ചോദിച്ചോട്ടെ. പക്ഷെ ഫോട്ടോ എടുക്കട്ടാ? കണ്ട ഫോട്ടോ എടുക്കണ്ടെന്ന് പറയുന്നത് പറ. നിങ്ങൾ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാം? കൊണ്ടുവന്നതിന് എടുക്കാൻ സമ്മതിക്കണ്ടേ? കൊണ്ടുവന്നാ മതിയാ? എടുക്കാൻ സമ്മതിക്കണ്ടേ? എടുക്കാൻ സമ്മതിക്കണില്ലെന്ന്. ഓ ഇപ്പൊ അങ്ങനെ പറയണ, ഫോട്ടോ എടുത്ത ആരെങ്കിലും വരുമെന്നാണ് പറയണേ. നിങ്ങളെ മോ ഇപ്പൊ എല്ലാ പട്ടികളും തുറന്നു വിട്ടിരിക്കുകയാണ്, ആൾക്കാർ വരുമെന്ന് പറഞ്ഞു. ഓ വരാതിരുന്നപ്പോ അതായിരുന്നു സുഖം. ആരും വരൂല, ആരും വരണ്ട, ആരും ഈ കോമ്പൗണ്ടിനകത്ത് കേറണ്ടെന്ന് പറഞ്ഞ ശോഭനയാണല്ലേ. ഇപ്പൊ ആരെങ്കിലും വരാൻ വേണ്ടി കൊതിക്കണം. നിങ്ങള് കൊള്ളല്ല. അമ്മ നിങ്ങളെ മോന്റെയിൽ പറ, ഈ ഇതിനിങ്ങനെ കുത്തിയിരുന്ന് അടിക്കണത് ജോലിക്ക് ആളെ നിർത്താൻ പറ. ചക്രച്ചെലവുണ്ട്. ഞാൻ ഒരു പെയിന്ററായിട്ട് പുറത്തുനിന്ന് ആളെ വെച്ച് പെയിന്റ് ചെയ്യിച്ച മാനക്കേട്. ഫോട്ടോ ഇടാൻ മോൻ സമ്മതിക്കണില്ല. ഞാൻ എന്ത് ചെയ്യേ? നീ ഫോട്ടോ എടുത്തു തൊട്ടേനും പിടിച്ചാനൊക്കെ ഇപ്പൊ ഫോട്ടോ എടുത്തു. നിങ്ങളെ മോന്റെ പറ സമ്മതിപ്പിര്, ഫോട്ടോ എടുക്കാൻ സമ്മതിപ്പിര്. അവിടെ ഇരി കുത്തിയിരുന്ന് സമ്മതിര്. ആ പിച്ചിന്ന് പിടിവിടാം. എന്റെ കൊച്ചിനേടി ഒരു പിച്ച് നട്ടു വളർത്തിച്ച് നിങ്ങൾ എവിടെ തൊട്ടാലും അതിനെ വേരോടെ പൊഴുതെടുക്കും. കട്ടിലിന്റെ ഓർമ്മ വരാൻ കാര്യം കട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അതാ തലങ്ങണ ഉണങ്ങാൻ നിങ്ങളെ തലങ്ങണ ഇടയ്ക്കിടയ്ക്ക് വെയിലത്ത് വെച്ച് കൊടുക്കാറുണ്ട്. എടുത്ത് അതിയല്ലേ തലങ്ങനെ എടുത്ത് വെയിലത്ത് വെക്കാത്തുണ്ട്. അപ്പൊ തലേണയുടെ സ്മെല്ല് അങ്ങ് പോവുമല്ലോ. കുറെ ഇട തന്നെ ഞാൻ മാറ്റിയിടാനല്ലോ തലേണ അവിടെ. അമ്മ ഇതാണ് വെയിൽ, ഈ കാണുന്നതാണ് വെയില്. അതൊക്കെ വെയിലല്ലേ? ഈ പിന്നെ എവിടെ വെയിൽ വരണം? നിങ്ങളെ വീടിന്റെ നടയിൽ വെയിൽ വന്നാലേ വെക്കോളാ. അത് കേൾക്കൂലല്ലോ.
രാവിലെ എന്തിനു കഴിച്ചെന്ന്? നിങ്ങളെ പറ, എനിക്ക് പേടി, എന്നെ അടിക്കും. നിങ്ങളെ പറ. മോന്റെ പറ, ഫോട്ടോ എടുക്കാൻ പറയാൻ പറ. പോച്ചെറുക്കാന്ന് പറയുമല്ല, അത് കേൾക്കാൻ ആരോ ഇന്നലെ എന്നോട് പറയണ്, അമ്മ പോച്ചെറുക്കാന്ന് പറയണ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയോട് എപ്പോഴും പോച്ചെറുക്കാന്ന് പറയാം. ഞാൻ എന്നെ പോചർക്കാന്ന് പറയുന്നതിൽ കുഴപ്പമില്ല, ഞാൻ പോയെന്നേന്ന് പറയുന്നതിലാണ് കുഴപ്പം. അതന്നെ, അത് വേറെ ആൾക്കാർ, അത് വേറെ. ഞാൻ ജനിച്ചു വളർന്ന കാലം തൊട്ടേ നമുക്ക് എനിക്കറിയാവുന്ന നമ്മളെ ലൊക്കാലിറ്റിയിലുള്ള എല്ലാവരും നിങ്ങള് എന്നെ അങ്ങനെയല്ല, എന്നെ നിങ്ങള് അതൊക്കെ നമ്മള് സ്നേഹത്തിന്റെ വാക്കാണേ. ആ ഇഷ്ടം അത് ദൂരെ ഉള്ളവരാണ്. സുധീഷ്ണം പറയണത് കേക്കണ്ടേ? ഞാൻ പറഞ്ഞു കേട്ടാടി ഡീ, ഞാനേ എവരെ രമ്പക്കം വന്നു, എവര് എന്നെ പോയർക്കാൻ പറക്കാന്ന് പറയൂലേ, അത് ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. അത് കൊള്ളാം. ഞാൻ എവരെന്നോ പോയെന്നെ എന്തരന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവനെ നോക്കിയാണ് അവൻ അമ്മേന്ന് വിളിച്ചൂടെ എന്ന് ചോദിക്കും. അത് അങ്ങനെയല്ല, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ എപ്പോഴും അമ്മാന്ന് വിളിച്ചു. ശോഭന പോകാമെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളെ ഇഷ്ടത്തിന് വിളിച്ചാലല്ലേ നമുക്ക് ആ ഒരു സന്തോഷം. ആവശ്യമില്ലാത്ത കാര്യം പറയല്ലോ ആൾക്കാര്. എല്ലാരും അല്ല, നല്ല ആൾക്കാരുണ്ടെന്ന് പറയുമ്പോ ഇല്ലെങ്കിൽ അത് നല്ല ആൾക്കാരുണ്ട്, നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നിങ്ങളെ കാണാനും നമ്മളെ കാണാനൊക്കെ ഇഷ്ടപ്പെടുന്നേ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ നമ്മൾ എങ്ങനെ പറഞ്ഞാൽ അവർക്ക് വിഷമം വരും. ഒരു ബക്കറ്റിൽ കുറച്ച് പെയിന്റ് എടുത്ത് തരട്ടെ, അടിക്കും. പെയിന്റ് എടുത്തോ? ചൊറിയ ഫാനുണ്ടാന്നേ? പിന്നെ എന്തിനുണ്ട്? പേൻ എടുത്തതല്ലേ അടിച്ചാണിച്ച കുളിച്ചാ മതി. അല്ലേ, ഓർക്കണില്ലേ? അത് അവിടെ ഒരു ഹോം നേഴ്സിനെ വെച്ചത്. അവർക്ക് അവസാനം ഓടിക്കളഞ്ഞു. അമ്മു, അത് ഇന്ന് തന്നെ കണ്ണു കല്യാണത്തിന് ആശുപത്രി ആയിരുന്നല്ലേ നിക്കണം മുതല്. അന്ന് ആ ഹോം നേഴ്സായനെ വെച്ചില്ലേ, ഞാൻ ഒരു ഹോം നേഴ്സിനെ വെച്ച് നീ നിന്റെ അമ്മ വന്നതിന്റെ മുമ്പ് ഒരു ഹോം നേഴ്സിനെ വെച്ചില്ലേ, അവര് നമ്മളെ വീടിന് അടുത്ത് എവിടെ ഒരു വീട്ടില് കൊച്ചിനെ നോക്കാൻ നിപ്പോണ്ട്. എന്നെ ഈ ഇടയ്ക്ക് വെച്ചേ എടാ സുധീ എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ നോക്കണ ഇതാര്, എടാ നീ ഇവിടെ എവിടാ? അപ്പൊ ഞാൻ പറഞ്ഞ ഇത് എന്റെ അപ്പുറത്താണ് വീട്. അപ്പൊ ഇവർക്ക് ഈ ലൊക്കാലിറ്റി അറിഞ്ഞുകൂടല്ല. അവര് അപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞടാ അമ്മയ്ക്ക് സുഖാണ്. എന്നിട്ട് അവര് പറയില്ലേ, അവക്കൊരു പൊരിച്ച മുട്ട പൊരിച്ചു കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആശുപത്രി കിടന്നു അവരെ ഊപ്പാട് വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പൊരിച്ചു വാങ്ങല്. എന്റെ പൊന്നെ, അവരേക്ക് ഇത്തിരി ഉറങ്ങി കിടക്കുമ്പോ ഒറ്റ ചവിട്ട അവരാ. എന്ന് വെച്ചാൽ രാത്രിയെ അവര് ഉറങ്ങി കിടക്കുമ്പോ ഒരു ചവിട്ട്. അപ്പൊ അവര് ചാടി എണീറ്റിട്ട് പറയും, അമ്മ പറയും പോയി മുട്ട കൊണ്ടുപാടി എന്നും പറഞ്ഞുകൊണ്ടേ. ഞാൻ വെളിയിലല്ലേ കിടക്കണം, മെഡിക്കൽ കോളേജിലല്ലേ. പിന്നെ അവരെ അയപ്പിച്ചിട്ട് പോകാൻ പറ്റൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് വെളിയിൽ വേണം, ഒരാളകത്ത്. അന്ന് അങ്ങനെ അവരെ കിട്ടിയത് എന്തോ ഭാഗ്യമാണ്. അന്നൊക്കെ എന്ന് പറയുന്നത് ആളെ കിട്ടുക എന്നുള്ളത് എവരെ നോക്കാൻ വലിയ പാടല്ലേ. അതുകൊണ്ടാണ് അന്ന്. പക്ഷെ അവരെ കിട്ടിയത് അന്ന് എന്റെ ടൈമായിരുന്നു. ഒരു ദിവസം നീയും നിന്റെ അമ്മയായിരുന്നല്ലേ, അത് ആദ്യത്തെ ദിവസം ആളെ കിട്ടാതെ വന്നപ്പോ അടിച്ചു വിടും മനുഷ്യ, പ്രതികാരം മുഴുവൻ വീട്ടാ നമുക്ക്. അന്ന് അമ്മയും ഞാനും കൂടി ഇരുന്ന അവസാനം അമ്മ പറഞ്ഞു, എന്റെ പൊന്നപ്പി എന്നെ കൊണ്ടുപോയിരിക്കും. ഇവർക്കേ ഞാൻ ഒരു 4-5 ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം,
ഒരു വയറ് കണ്ട നല്ല പെരുകി അതായത് ഒരുമാതിരി ഇങ്ങനെ. പിന്നെ വേറൊരു കാര്യം ഉണ്ട്, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. സ്കാനിങ് ചെയ്തില്ലേ അന്ന്, അവര് വീണില്ലേ? അല്ല വീണപ്പോ സ്കാനിങ് അല്ല, അത് കുഴപ്പമില്ല, വയറിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം, ഇവര് കഴിക്കുന്ന ഭക്ഷണം വെച്ചിട്ട് ഈ ഭക്ഷണം ശരീരത്തിൽ പിടിക്കണില്ല. നമ്മൾ ആഹാരം കഴിച്ച വയറ് ചാടുമെന്ന് കേട്ടിട്ടുണ്ട്. അത് എന്തായിരുന്നാലും അതൊന്നും ഇല്ല, അതൊന്ന് കാണിച്ചാൽ നല്ല ആഹാരം കഴിക്കില്ലേ? കാണിച്ചാൽ എന്ത് കുഴപ്പം? ആ പിന്നെ കഴിഞ്ഞു ഇവിടത്തെ പരിപാടി, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഞാനല്ലേ അന്ന് കൊണ്ട് സ്കാനിങ് ചെയ്തേ, സ്കാനിങ്ങിൽ കുഴപ്പമില്ലായിരുന്നില്ല വയറില്. 2 ഗ്രേയും 2 കേട്ടോ. തന്നെ? ഓ, 2 ഏത് 2? ബോർഡർ അടിച്ചത് ഇതും. അങ്ങനെ ഇത് വേറെയാണ് എടുത്തടിച്ചത്. അത് എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടി ഹാള് ബാത്റൂം എല്ലാം കൂടെ വരാൻ വേണ്ടി. വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരു കഷ്ടമായി പോയല്ലോ. നമ്മ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അവിടെയും കൂടെ ഗ്രൂ വരച്ചിട്ട് കേട്ടാ ഞാൻ. അതിപ്പം വരച്ചിട്ട് അത് ഉണങ്ങിയാലേ അടുത്ത വരയ്ക്കാൻ പറ്റുള്ളൂ. അത് കഴിക്കാൻ പോണത്, ആഹാരം കഴിക്കാൻ പോണം. ജോലിക്കാർക്ക് ഭക്ഷണം കഴിക്കണ്ടേന്നേ. നിങ്ങളെ വീട്ടിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം തന്നെ ആൾക്കാർ വരാത്തത്, മനസ്സിലായ? ജോലിക്കാർ തിരിയാൻ പാടില്ല, മറയാൻ പാടില്ല തന്നെ. അവിടെ വരെ പോ, ഒരു കരി എന്തൊരു കാര്യം, എന്തൊരു കാര്യം? എന്തോ ഉണ്ടല്ലോ, അത് ചുമ്മാ നമ്പര്. എന്തര് എന്തര് എന്തര്? എടി ദാണ്ടേ, എടി ഇത് വിളഞ്ഞടി, ദാണ്ട് ഞങ്ങൾ മഞ്ഞ വീട് ദാണ്ട നല്ല മുഴുത്ത ചക്ക കേട്ടോ. ഇത് നിങ്ങൾ എപ്പോ കണ്ട്? ഇതെപ്പോ കണ്ടത്? ട്രീറ്റ്മെന്റ് ദാണ്ട ഒന്ന് ഇത് എടുക്കട്ടാടി, ഇത് വിളഞ്ഞ് കൊണ്ടുവച്ചേ. ആ വിളഞ്ഞു ദാണ്ടേ നല്ല ഊറ്റ ചക്ക. പറയില്ലേ നമ്മളെ, പറയണേ എന്തിന്? നോക്കുന്നേ വിളഞ്ഞ ചെറുതായിട്ട് ഞങ്ങള് ദാണ്ടേ. അപ്പൊ നാളെ തിന്നാം. ആ നോക്കുന്നേ. അത് വിഷരഹിതമായ നമ്മുടെ പറമ്പിലെ മുള്ളാത്തി കൊള്ളാല്ലേ? ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ചും കൂടെ മഞ്ഞ ഇവിടെ പോയ വല്ല കാക്കയെ കിളിയാ കൊത്തത് കൊള്ളാല്ലേ? നമുക്ക് അതില് നിക്കുന്നത് മറ്റേ ഇതാണ് ആനമുന്തിരി. ദോ നിക്കുന്ന ഒരെണ്ണം. ഒന്ന് പറിച്ചു. ചോട്ട വരെ വരെ വെയിറ്റ് കൂടി കൂടി വരും. എന്തൊരു പൊങ്ങണില്ല. ഇതൊന്ന് പിടിച്ചാണ് ചപ്പി പോകും. ഓ ഒരു വട്ടം ഇട്ട് ഞാൻ പെട്ടത് പോരാ. നിങ്ങൾ ജീവിക്കണം പറയുന്നേ, പോയാൽ നിങ്ങളെ പാട് നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട്. അതുകൊണ്ട് ജീവിക്കണം. കൊലയോട് അയ്യോ എന്റെ മോനെ പോയടി ഇറങ്ങി. അത് വേറെ കമ്പിലാണ് കൊണ്ടത്. അല്ലടി എന്റെ പൊന്നു ചോദിച്ചാൽ എനിക്ക് ഇവിടെ കണ്ടുകൂടാ. നിങ്ങൾക്ക് വെയിലുള്ളതുകൊണ്ട് കണ്ടുകൂടാ. ഹണിയുടെ ദേഹത്തൂടെ വീണ പാവഹണി. ഇത് മറ്റേ ആന മുന്തിരിയാണ് കേട്ടാ. ഹണി
ഇനി വന്നേ. മുള്ളാത്തിനടുത്തുകൊണ്ടുപോയി ആത്തിയുടെ അടുത്ത് കൊണ്ടുപോയി അമ്മ. ആത്തിനടുത്തുകൊണ്ടുപോയി വിളഞ്ഞ ഓ വിളഞ്ഞമ്മ, അതൊക്കെ വിളഞ്ഞത് തന്നെ. മാറിയില്ല അമ്മ, മാറിയില്ല അമ്മ. എടുക്കമ്മ, മതി. എന്നെ വെച്ചിരിക്കണ കേട്ടാ. ഒരു 60 മുട്ട വെച്ചിട്ടാണ് വിളഞ്ഞില്ല. വവ്വാല് ഒരു വകതിന്നാൻ തരൂലല്ലേ നമുക്ക്. വവ്വാലിന്റെ 5 കിട്ടണം. മതി, ബാക്കി അവിടെ നിക്കട്ടെ, എന്നെ കൊണ്ട് ചെയ്യാം. ബാക്കി ഇതുപോലെ കുറച്ച് വവ്വാലിനൊക്കെ കൊടുക്കാം. അവരും തിന്നട്ട്. തോട്ട ഭയങ്കര വെയിറ്റ് ഉള്ളത്. വെയിറ്റ് കുറച്ചാണ് അന്ന് എടുത്തത്. ചക്കയ മാവാ എവിടെ എന്ന് തോന്നണടേ. ഇത്രയും ഇന്നത്തെ ഫലപുഷ്ടി ആണ് അല്ലേ? ഇതാണ് നമ്മൾ പത്മ ചേച്ചിക്ക് കൊടുത്തു വിട്ടെ. ഓ, ഇനി അതും കൂടെ തരാത്തതിന്റെ കുറവേ ഉള്ളു. ഇത് ഒരു വട്ടം കൊണ്ട് നൂത്തെടുത്തതേ ഉള്ളു. വീണ്ടും ചപ്പിയാ വേണോ? അമ്മടെ വിളിച്ചു, അമ്മടെ വിളിച്ചു. വലുതായിരിക്കും ആന. ഇത് വലുതായിരിക്കും. അത് ഊരിയായിരുന്നു. എന്റെ അത്ര വിരലില്ലല്ലോ. ആണ്ട ഊരി വരും. ഊരി പാവോ. എന്റെ കറക്റ്റാണ്. വായിക്കറിയാന്ന്. പേര് വായിച്ചേ. പേര് വായിച്ചാണ്. എനിക്കറിഞ്ഞൂടാ. പേര് വായിക്കാൻ പറഞ്ഞപ്പോ എനിക്കറിഞ്ഞൂടാ. വായിക്കും നിങ്ങള്. എന്നാണ് രാവിലെ എന്തൊരു കഴിച്ചത്? രാവിലെ പലഹാരമൊക്കെ കഴിച്ചു. പലഹാരം കഴിച്ച. എന്നിട്ടാണ് ഞാൻ കഴിച്ചാന്നല്ല ചോദിച്ച. നീ വല്ലാതെ കഴിച്ച. നിനക്ക് ഉച്ചക്ക് ചോറൊക്കെ. ഞാൻ ചോറ്. നിങ്ങൾ ഒരു ദിവസം ചോറ് തിന്നും, 5 ദിവസം ചോറ് തിന്നൂലെന്ന് പറയും. ഇന്ന് ചോറ് എടുക്കട്ടെ. ഞാൻ ചോറ് കഴിക്കാൻ പോകും. ചോറ് വേണ്ട. എന്ത് ചോറിന്റെ കാര്യം പറയുമ്പോ ചോറ് വേണ്ട. ഈ ഒരുമാതിരി മനമറിക്കാൻ പോലെ പറയണേ. വെള്ളം പൈപ്പിലുണ്ട്. ചായ എപ്പോഴും കുടിച്ചാലേ എനിക്ക് അതിനെക്കാട്ടി ദോഷം ചെയ്യും. അവസാനം ആൾക്കാർ കാണുന്നവരൊക്കെ പറയും നിങ്ങൾക്ക് ആഹാരേ തരുന്നില്ലെന്ന്. ഇന്ന് വാങ്ങിച്ചതേ ഉള്ളൂ മരിച്ചിനി. ഇന്ന് വെച്ചില്ലല്ലോ, നാളെയേ ഉള്ളൂ. അപ്പൊ നാളെ ചോറ് വേണമെന്ന് പറയും അല്ലേ? ഷാറു ഋത്തിക് റോഷനാ ഇങ്ങനെ ആക്കാൻ. പണ്ട് നമ്മളെ ബാബു ആന്റണി ആക്കും പോലെ എന്തൊരു വയറ്റി കെട്ട് ഉച്ച കയറുമെന്ന് പറയുന്നു. എന്തിന് നീ പോയാണ്? അവർ ഒന്നാതേ തലയിൽ മുടിയില്ല. ഇനി തലമുടിയെ ബാക്കിയും കൂടെ വെട്ടിക്കളഞ്ഞിട്ട് മുടിയും കൂടെ വെട്ടിക്കൊടുത്തിട്ട് എന്തിരി? ഒന്നുമില്ലേ. ശരി, ഞാൻ പോണു. ഫോട്ടോ എടുത്തില്ലല്ലോ മോൻ. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എപ്പോഴും ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. സിനിമ ഷൂട്ടൊന്നും അല്ല. നിന്നാണ് നോക്കട്ടെ, ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എടുത്തില്ലല്ലോ ഇന്ന്. ഞാൻ അടുത്ത് പിന്നെ ഫോട്ടോ എടുക്കാം കേട്ടാ. പോയപ്പോ കൊണ്ടുവന്ന് മോന്റെ കുടിക്കും. അത് കൊണ്ടുവന്ന് അടുപ്പിന്റെ ബാക്കിൽ പോയി ചോദിച്ചേ. ആത്തി അകത്ത്, ആത്തിയില്ലെങ്കിൽ എലി കയറണ്ടോ? അകത്ത് വെച്ചോ.